മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡലിൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഇപ്പോഴും റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവഞ്ചറിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷനായ ക്രൂസ് 220cc ബൈക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും മറക്കാതെ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് മെമ്പർ ആയിക്കൊള്ളുക. 2024 ഇറങ്ങുന്ന പുതിയ മോഡൽ എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും ടൂ വീലേഴ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അവഞ്ചർ ക്രൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി വണ്ടി ഒരുപാട് നമ്മൾ റോഡിൽ കണ്ടിട്ടുള്ള വണ്ടിയാണ്. 2024 മോഡലാകുമ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആ അഡീഷണൽ ആഡ് ചെയ്ത ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാമെന്ന് വെച്ചാൽ ഈ ബൈക്കിൻ്റെ പ്രത്യേകിച്ച് ഒരു ക്രൂസർ ബൈക്കാണ്. ലോങ് റൈഡുകൾ ഡെയിലി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ, ഒരുപാട് ലോങ് റൈഡ് യാത്രകളുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടും സേഫായിട്ടും സെക്യൂർ ആയിട്ടും യാത്ര ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ കുറച്ച് ഇന്ത്യയിലുള്ള ബൈക്കുകളിൽ ഒന്നാണ് അവഞ്ചർ 220 മോഡൽ. ഇത് തന്നെ സ്ട്രീറ്റ് ഉണ്ട്, അതുകൂടാതെ ക്രൂയിസ് ഉണ്ട്. 180cc വരുന്നുണ്ട്, 220cc വരുന്നുണ്ട്. അപ്പോൾ 3 മോഡൽ ശരിക്കും വരുന്നുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് ഇത് ഫുൾ ഓപ്ഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. നമ്മൾ മിററിന് തുടങ്ങാം. ഫുൾ ക്രോം മിററാണ്, ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള മിററാണ്. മിററും അതിന് താഴെയുള്ള പൈപ്പ് എല്ലാം തന്നെ ക്രോം പ്ലേറ്റഡ് ആണ്, അത് അലൂമിനിയമാണ്. അതുപോലെ തന്നെ ഈ ലിവർ, ക്ലച്ച് ലിവർ ആയാലും ഫ്രണ്ട് ബ്രേക്ക് ലിവർ ആയാലും തന്നെയും മെറ്റലാണ്, അലൂമിനിയം മിററാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാർജും സ്ട്രോങ് ആയിട്ടുള്ള വിൻഷീൽഡാണ്. 4 LNK വെച്ച് മെറ്റലിൽ ബോണ്ട് ചെയ്തിരിക്കുന്ന വിൻഷീൽഡാണ് വരുന്നത്. ഇത് വളരെ സ്ട്രോങ് ആണ്. നല്ല സ്പീഡിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് എയർ നമ്മളെ മേത്തടിച്ച് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നത് ഫുള്ള് ഹാലജൻ ബൾബുകളാണ്. അതിൻ്റെ LED DRLs 2 വൈറ്റ് കളർ വരുന്നുണ്ട്. ഇതാണ് ആ വിൻഷീൽഡിൻ്റെ LNK വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ആ പാട്ടില്ലേ, ഒരു കിരീടം പോലെ വരുന്ന പാട്ട്, അതെല്ലാം മെറ്റലാണ്. ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റും ക്രോം ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2024 മോഡൽ പുതിയ മോഡൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ക്രോം ഒരു വാരി വിദ്രഹിക്കുന്നതിനെ പറയാം. ഫുൾ ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് ലോഡ് ചെയ്തിരിക്കണം വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഫ്ലെക്സിബിളാണ്. ഇതാണ് നമ്പർ പ്ലേറ്റ് ക്ലാമ്പ് ചെയ്യാനുള്ള ആ ഒരു ക്ലാമ്പ് വരുന്നത്. ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വിത്ത് ആൻറ്റി ഫ്രിക്ഷൻ ബുഷാണ്. ലോങ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. നിങ്ങൾ ഹാർഡ്ലി ഡേവിഡ്സണിലൊക്കെ കണ്ടില്ലേ, അതുപോലെ കംഫർട്ടബിളായിട്ട് നിവർന്നിരുന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള ഹൈറ്റ് നമുക്ക് സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വളരെ സ്റ്റേബിൾ ആയിരിക്കും, വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അത്യാവശ്യം വലിയ കുഴികളൊന്നും ചാടിയാൽ തന്നെ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. ഈ സസ്പെൻഷൻ്റെ ഗുണം അതുകൂടെയാണ്. പിന്നെ ആൻറ്റി ഫ്രിക്ഷൻ ബുഷ് ഉള്ളതുകൊണ്ട് അതോടെ ലോക്കായി ഇരിക്കത്തുമില്ല. നമ്മുടെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രൂസർ ബൈക്കാണ്. അപ്പോൾ നമുക്ക് ഹൈലി കംഫർട്ടബിൾ കിട്ടാനായിട്ട് ഇതിന് 90-90-17 ട്യൂബ്ഡ് ടയറാണ്. അതായത് ട്യൂബ്ലെസ് അല്ല, ട്യൂബ്ഡ് ടയറാണ് നമുക്ക് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. വീൽസ് സ്പോക്ക് വീൽസാണ്, അലോയ് വീൽസ് വരുന്നില്ല. സ്പോക്ക് വീലാകുമ്പോൾ കുറേ കൂടി കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ട് സേഫ്റ്റിക്കായിട്ട് 280 mm വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്ക് തരുന്നുണ്ട്. ഫ്രണ്ട് സിംഗിൾ ചാനൽ ABS ഫീച്ചർ വരുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ളതാണ്. അത് ഫൈബർ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മേഡ് ചെയ്യാനായിട്ട്. ഇതാണ് അതിൻ്റെ ഒരു തിളക്കം വരുന്നത്. നല്ല ഷൈനിങ് ഉള്ള മഡ് ഗാർഡാണ് വരുന്നത്. ഇത് നമുക്ക് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇതൊരു പക്ക ക്രൂസർ ബൈക്കാണ്. നല്ലൊരു അപ്പിയറൻസ്, നല്ല ലുക്ക് തന്നെ പറയാം. നല്ലൊരു ലുക്ക് തരുന്ന വാഹനമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വാഹനം ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അതായത് സെപ്പറേറ്റ് ചെറിയൊരു റേഡിയേറ്റർ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ ഇത്ര വലിപ്പമുള്ള 220cc എഞ്ചിനാണല്ലോ, അപ്പോൾ തണുപ്പിക്കാനായിട്ട് ഓയിൽ കൂളിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാറ്റലിക് കൺവെർട്ടറും ഓൾറെഡി വരുന്നുണ്ട്. അതുകൂടാതെ കാറ്റലിക് കൺവെർട്ടറിനും നമ്മുടെ ഈ ചെറിയ റേഡിയേറ്ററിനും ചുറ്റുമായിട്ട് പോലും അവർ ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ അത്രയ്ക്ക് പ്രീമിയം ഫീൽ കിട്ടാനായിട്ട്. വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 ലിറ്ററാണ്. റിസർവ് കപ്പാസിറ്റി തന്നെ 3.8 ലിറ്റർ. അതായത് ഏകദേശം ഓൾമോസ്റ്റ് 4 ലിറ്ററിനടുത്ത് റിസർവ് ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ലോഡ് ചെയ്തിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ്. അപ്പോൾ ഈ റിസർവിലുള്ള ഈ 4 ലിറ്റർ ഫ്യൂൽ എന്തായാലും വാഹനത്തിൽ കീപ്പ് ചെയ്താലും വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനും നല്ല മൈലേജും പെർഫോമൻസും കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് വാഹനത്തിൻ്റെ ക്യാപ്പ് വരുന്നത്. ഈ ഒരു പോർഷൻസ് പോലെ ഒരു ഫുൾ ക്രോം ലോഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ ടാങ്കിന് മേളിൽ വരുന്ന ക്രോം പ്ലേറ്റിംഗ് എല്ലാം തന്നെ ഹാർഡ് ഫൈബർ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് കളറിലുള്ളതാണ്. നോർമലായിട്ട് നമ്മുടെ 220 വരുന്ന അല്ലെങ്കിൽ 180 വരുന്ന പോലത്തെ സ്വിച്ചസ് എന്നെല്ലാം വരുന്നത്. റൈറ്റ് സൈഡിലാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും ഹെഡ്ലൈറ്റിൻ്റെ ബട്ടണും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടണും വരുന്നത്. ഇത് നമുക്കിതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായ ഹാൻഡിൽ ബാറും മീറ്ററും ഒന്ന് പരിചയപ്പെടാം. ഹാൻഡിൽ ബാർ ഹൈവേ ക്രൂസിങ്ങിന് പറ്റിയ നല്ല നടു നിവർന്നിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് അവഞ്ചറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്ററാണ്. ഇതുപോലെ ആണത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഫുൾ ക്രോമിൻ്റെ പ്ലേറ്റിങ് നമ്മുടെ ഈ മിററിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മിററിനും ഒരു വിൻഷീൽഡ് കവർ പോലെ ചെറിയൊരു ഓപ്ഷൻ, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കവർ ക്രോം പ്ലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മിററിൽ കാണിക്കാൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ടോട്ടൽ സ്പീഡ്, ഓഡോമീറ്റർ, RPM മീറ്റർ, ട്രിപ്പ് മീറ്റേഴ്സ്, പിന്നെ ഫ്യൂവലിൻ്റെ നോട്ടിഫിക്കേഷൻസ്, അതൊക്കെയാണ് വരിക.
താഴെ ചെറിയൊരു മീറ്റർ വരുന്നുണ്ട്. അതിലാണ് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും ഇൻഡിക്കേറ്റേഴ്സും എഞ്ചിൻ മാൽ ഫംഗ്ഷനും എല്ലാം കാണിക്കുന്നത് ഈ ഒരു ചെറിയ മീറ്ററിൽ. പിന്നെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ബജാജിൻ്റെ ലോഗോയിൽ കത്തി കിടക്കും. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫ്യൂൽ ഓൾറെഡി E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. അതിൻ്റെ ബാഡ്ജിങ്ങും നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ. നമ്മുടെ പൾസർ 220 വരില്ലേ, 220 വരുന്ന സെയിം എൻജിൻ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ച് പെർഫോമൻസ് കുറവ് വരുന്നുണ്ട്. സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് ട്യൂൻ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടുള്ള DTSI ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. 220 cc തന്നെയാണ്. 19 bhp പവർ വരും, 17 Nm ടോർക്ക് വരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് 120 km/h. മൈലേജ് ഒരു 50-55 റേഞ്ച് നോക്കിയാൽ മതി. 0 to 60 എത്താനായിട്ട് വെറും 12 സെക്കൻഡ് മാത്രം മതി നമ്മുടെ എഞ്ചിന് വരാനായിട്ട്. ഇതിൻ്റെ ഗിയറിൻ്റെ പൊസിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് ഗിയർ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറും വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. സൈഡ് സ്റ്റാൻഡിലും ക്രോം ലോഡറാണ്, ക്രോം പ്ലേറ്റഡ് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫ്യൂൽ പമ്പ് കാര്യങ്ങളെല്ലാം വരുന്നതിൻ്റെ ഉള്ളിലേക്കാണ്. സൈഡ് കവറാണ് ഈ കാണുന്നത്. 220 ക്രൂസിംഗ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഫൈബർ മെറ്റീരിയലിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഡയറക്ഷൻ ഫോൾഡ് ചെയ്യാവുന്നൊരു ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്ക് ഷോക്കപ്പും അടിപൊളിയാണ്. ഫുൾ ക്രോം ലോഡറാണ്. അത് കൂടാതെ വളരെ ഫങ്ഷണലാണ്. ഡ്യുവൽ ഷോക്കപ്പ് വരുന്നുണ്ട്. ഡ്യുവൽ സ്പ്രിങ് ലോഡറാണ്. 5 പൊസിഷനായിട്ട് അതിൻ്റെ സ്ട്രെങ്ത്ത്, ആ സ്പ്രിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓപ്പൺ ടൈപ്പ് ചെയിൻ കവറാണ് നമ്മുടെ വാഹനത്തിന് വരുന്നത്. സീറ്റിൻ്റെ താഴെ വരുന്ന ഒരു പീസിൽ സീറ്റ് കവൾ എന്ന് പറയുന്ന ആ പീസ് പോലും ഫുൾ ക്രോം ലോഡറാണ്. വളരെ ലോങ് ആയിട്ടുള്ള സീറ്റാണ്. ലോയാണ് സീറ്റ് എന്ന് വെച്ചാൽ താന്നിരിക്കുന്ന സീറ്റാണ്. പക്ഷേ സീറ്റിന് നല്ല നീളമുണ്ട്. 730 mm ആണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. ഏകദേശം ഒരു 4.5 അടി പൊക്കമുള്ള ആൾക്ക് പോലും ഈ വാഹനം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സീറ്റ് ലോയിൽ പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഇടുന്നുണ്ട്. സീറ്റിന് നല്ല അടിപൊളി കുഷനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ റിയറിൽ ഇങ്ങനെ പാസഞ്ചറിൻ്റെ റിയർ ബാക്ക് റെസ്റ്റിനും അടിപൊളി കുഷനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവഞ്ചറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ പോർഷൻസ് എല്ലാം തന്നെ മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇൻ്റഗ്രേറ്റഡ് ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. അതായത് നമ്മുടെ മഡ് ഗാർഡിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് ടെയിൽ ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് ഇൻഡിക്കേറ്റേഴ്സും ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ RXലൊക്കെ വരുന്ന പോലത്തെ ഇൻഡിക്കേറ്ററാണ്. ബാക്ക് സൈഡ് ടയർ നല്ല വീതിയുള്ള ടയറാണ്. 130 mm ആണ് അതിൻ്റെ വീതി വരുന്നത്. കൂടാതെ 15 ഇഞ്ച് ട്യൂബ്ഡ് ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS ഫീച്ചർ വരുന്നുണ്ട്. ക്ലാസിക് സ്പോക്കായിട്ട് വെച്ചാൽ അലോയ് വീൽ വരുന്നില്ല, സ്പോക്കായിട്ടുള്ള വീൽസാണ് വരുന്നത്. അലോയ് വീൽ വേണമെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് കളർ എടുക്കുകയാണെങ്കിൽ അലോയ് വീൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. RLT സെൻസർ കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ പാനിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം ഒരിക്കലും സ്കിഡ് ആവാതെ സേഫായിട്ട് നമ്മളെ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫുൾ പ്രീമിയം ലുക്ക് കിട്ടാനായിട്ടാണ് ഇവർ ഈ ഫുൾ ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് വാരി വിതറിയിരിക്കുന്നത്. സൈലൻസറിന് 2 ഷീൽഡ് വരുന്നുണ്ട്. അത് ഫുൾ ക്രോം പ്ലേറ്റഡ് ആണ്. നിങ്ങൾ ഇതിൻ്റെ ബ്രേക്ക് ലിവർ ശ്രദ്ധിച്ചായിരുന്നു? ബ്രേക്ക് ലിവർ കുറച്ചുകൂടി അപ്രൈറ്റ് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ബ്രേക്ക് ലിവറിലേക്ക് കാലെത്തണമെങ്കിൽ നമുക്കൊരു 5 ഇഞ്ചെങ്കിലും കാലിന് വലിപ്പമുള്ള ആളായിരിക്കണം. അതിപ്പോൾ സാധാരണക്കാരെല്ലാവർക്കും 5 ഇഞ്ചിന് പൊക്കത്ത് വരുന്നുണ്ട് വലിപ്പം. എന്നാലും ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ പൊസിഷനും ഓക്കെ. ഞാൻ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ നോയ്സ് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. വണ്ടി ഗിയറിലായിരുന്നു, ന്യൂട്രാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ സൗണ്ട് കേട്ടിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയുടെ സൗണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു സാമ്യം തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. കാരണം നമ്മുടെ ഇടയിൽ ഒരുപാട് യൂസ് ചെയ്തിരിക്കുന്ന ബജാജിൻ്റെ മറ്റൊരു വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് തന്നെയാണ് ഈ ബൈക്കിനും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾ ഒരുപാട് ആളുകൾ ഓടിച്ചിട്ടുള്ള വണ്ടിയായിരിക്കും ഉള്ളത്. അപ്പോൾ വണ്ടി ഏതാണെന്ന് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കണേ. നമ്മുടെ ബൈക്കിൻ്റെ കീയുടെ പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സീറ്റിൻ്റെ താഴെയായിട്ടുള്ള പൊസിഷനിൽ ഈ ഒരു സ്ഥലത്താണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ക്ലാസിക്കായിട്ട് ക്രൂസർ ബൈക്കുകളിലെല്ലാം മിക്കപ്പോഴും ഈ ഭാഗത്ത് തന്നെയാണ് കീ വരുന്നത്. ഇതാണ് എൻ്റെ കീയുടെ ഡിസൈൻ വരുന്നത്. സിമ്പിളായിട്ടുള്ള കീ ആണ്. ജസ്റ്റ് തിരിച്ച് പ്ലഗ് ഇൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് ഇപ്പോൾ 2024 ഫെബ്രുവരി ലാസ്റ്റ് 190 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ JKB ബജാജ് ഷോറൂമാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ കൂടി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള സ്പെഷ്യൽ ഓഫേഴ്സും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവഞ്ചറിന്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും JKB ബജാജിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നല്ലൊരു പ്രൈസ് ഇട്ട് അവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിനാൻസ് എല്ലാം ആയിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്ത് വാഹനം റോഡിൽ ഇറക്കി തരുന്നതാണ്. അപ്പോൾ 190 വരുമ്പോൾ ഏകദേശം നമുക്കൊരു 25 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് വണ്ടി ലോൺ ഇട്ട് ഇറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ് വരുന്നത്. ഒരു 5 രൂപ 6 രൂപ റേഞ്ചിൽ EMI നിൽക്കുന്ന രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്